ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മോശം ഫോമിലായതോടെ മിഡിൽ ഓർഡറിൽ ശ്രേയസിന്റെ ഫോം കിവീസിനെതിരായ പരമ്പരയിൽ ഇന്ത്യക്ക് നിർണായകമാണ്. സിറ്റുവേഷൻ അനുസരിച്ച് വേഗത്തിൽ റൺ സ്കോർ ചെയ്യുന്നതോടൊപ്പം സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യാനുമുള്ള മികവാണ് താരത്തെ വ്യത്യസ്തനാക്കുന്നത്. മികച്ചൊരു യൂട്ടിലിറ്റി പ്ലെയറായി അയാൾ ഇതിനോടകം ചൂടുറപ്പിച്ചു കഴിഞ്ഞു. ഷോർട്ട് പിച്ച് പന്തുകൾ നേരിടുന്നതിൽ ദൗർബല്യമുണ്ടെന്നതാണ് കരിയറിന്റെ ആരംഭം മുതൽ അയ്യർക്കെതിരെ ഉയർന്ന പ്രധാന വിമർശനം. എന്നാൽ സമീപകാലത്ത് അയാളുടെ ബാറ്റിംഗിൽ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയെല്ലാം ഉണ്ടായിരുന്നു. നിരന്തര പരിശീലനത്തിലൂടെ തന്റെ ബാറ്റിംഗ് ടെക്നിക്കുകൾ അയാൾ വീണ്ടെടുത്തു കഴിഞ്ഞു. രാജ്യാന്തര T20യിൽ 47 ഇന്നിംഗ്സുകളിൽ നിന്ന് 30.66 ശരാശരിയിൽ 8 അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടെ 1104 റൺസാണ് അയ്യരുടെ സമ്പാദ്യം. പരിക്കിനെ തുടർന്ന് 3 മാസത്തോളം പുറത്തിരുന്ന ശേഷമാണ് ന്യൂസിലാൻഡ് ഏകദിന പരമ്പരയിലേക്ക് ശ്രേയസ് അയ്യർ തിരിച്ചെത്തുന്നത്. ആദ്യ ഏകദിനത്തിൽ 49 റൺസുമായി ശ്രദ്ധേയ പ്രകടനവും പുറത്തെടുക്കുകയും ചെയ്തു. ശ്രേയസിന്റെ T20യിലേക്കുള്ള വരവ് ചില മാറ്റങ്ങളുടെ സൂചനയായും കരുതുന്നവരുണ്ട്. മോശം ഫോമിനെ തുടർന്ന് ശുഭ്മാൻ ഗില്ലിനെ T20 ലോകകപ്പിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഇതോടെ ടെസ്റ്റിനും ഏകദിനത്തിനും പിന്നാലെ T20യിലും ഗില്ലിനെ നായക സ്ഥാനത്തേക്ക് അവരോധിക്കാനുള്ള BCCIയുടെ നീക്കമാണ് താൽക്കാലികമായെങ്കിലും പൊലിഞ്ഞത്. ലോകകപ്പിന് ശേഷം സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലടക്കം ക്യാപ്റ്റനായി മികച്ച ട്രാക്ക് റെക്കോർഡുള്ള അയ്യരെ കൊണ്ടുവരാനുള്ള വിദൂര സാധ്യതയും ബോർഡിന് മുന്നിലുണ്ട്. പരിക്കേറ്റ വാഷിംഗ്ടൺ സുന്ദറിന് പകരക്കാരനായി ലെഗ് സ്പിന്നർ രവി ബിഷ്ണോയെ ഉൾപ്പെടുത്തിയതാണ് ന്യൂസിലാൻഡ് പര്യടനത്തിലെ മറ്റൊരു പ്രധാന മാറ്റം. വഡോദരയിൽ നടന്ന ആദ്യ ഏകദിനത്തിനിടെയാണ് സുന്ദറിന് പരിക്കേൽക്കുന്നത്. 1 വർഷം മുമ്പ് മാത്രമാണ് ബിഷ്ണോയി അവസാനമായി ഒരു T20 മത്സരം കളിക്കുന്നത്. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കളിച്ച 25-കാരൻ വിജയ് ഹസാരെ ട്രോഫിയിൽ 7 മത്സരങ്ങളിൽ നിന്ന് 8.72 എക്കണോമിയിൽ 9 വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു. വിദർഭ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഈ മാസം 21-ന് T20 പരമ്പരയ്ക്ക് തുടക്കമാകുമ്പോൾ ഇന്ത്യക്ക് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ്. ക്രൈസിസ് മാനേജർ തിലക് വർമ്മയില്ലാതെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു പരമ്പര.